കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പുനഃപരിശോധനാ നീക്കത്തിനെതിരെ നിയമസഭ ഒറ്റക്കെട്ടായി പ്രമേയം പാസാക്കി. മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം പ്രതിപക്ഷത്തിന്റെ ശക്തമായ ഭേദഗതി നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് സഭ ഏകകണ്ഠമായി അംഗീകരിച്ചത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്ദേശശുദ്ധിയാണ് പ്രമേയം ചോദ്യം ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന പൊതുവായ പരാമർശം മാറ്റി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് കൃത്യമായി രേഖപ്പെടുത്തണം എന്ന പ്രതിപക്ഷ ആവശ്യം അംഗീകരിക്കപ്പെട്ടു. ഇതോടെ കേന്ദ്ര ഏജൻസിയുടെ നടപടികൾക്കെതിരെയുള്ള വിമർശനം കൂടുതൽ വ്യക്തമായി. പ്രതിപക്ഷമാണ് ഈ പ്രമേയത്തിന് കൂടുതൽ മൂർച്ച നൽകിയത്. സംസ്ഥാനത്ത് SIR ഇപ്പോൾ വേണ്ട എന്ന മൃദു സമീപനം പോരെന്നും വേണ്ട എന്ന ശക്തമായ നിലപാട് തന്നെ സ്വീകരിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. N. ഷംസുദ്ദീൻ, PC വിഷ്ണുനാഥ്, T. സിദ്ദിഖ് അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളാണ് ഈ ഭേദഗതികൾ മുന്നോട്ട് വെച്ചത്. മറ്റേതെങ്കിലും രാജ്യവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമല്ല കേരളം. അതിനാൽ തന്നെ അനധികൃത കുടിയേറ്റങ്ങൾക്ക് സാധ്യതയില്ലാത്ത സുതാര്യമായി വോട്ടർ പട്ടിക പരിപാലിക്കുന്ന സംസ്ഥാനത്ത് SIR അപ്രസക്തമാണെന്ന പ്രതിപക്ഷത്തിന്റെ വാദം പ്രമേയത്തിൽ ഉൾപ്പെടുത്തി. SIR നീക്കം പൗരത്വ രജിസ്റ്റർ നടപ്പാക്കാനുള്ള വളഞ്ഞ വഴിയാണോ എന്ന ആശങ്കയാണ് പ്രമേയത്തിന്റെ കാതൽ. ബീഹാറിൽ നടന്ന SIR പ്രക്രിയ ഇത്തരം ആശങ്കകളെ ശരിവെക്കുന്നതാണെന്ന് പ്രമേയം ചൂണ്ടിക്കാട്ടുന്നു. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ യുക്തിരഹിതമായ ഒഴിവാക്കലുകളാണ് നടന്നത്. അതേ രീതിയാണ് ദേശീയാടിസ്ഥാനത്തിൽ ലക്ഷ്യമിടുന്നതെന്ന സംശയവും രാജ്യവ്യാപകമായി നിലവിലുണ്ട്. വോട്ടവകാശത്തിന്റെ മൗലികാവകാശത്തെ ചോദ്യം ചെയ്യുന്ന പുതിയ നിബന്ധനകൾക്കെതിരെ പ്രതിപക്ഷം അതിശക്തമായ നിലപാട് സ്വീകരിച്ചു. 18 വയസ്സ് പൂർത്തിയായ ഒരാൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അച്ഛന്റെയും അമ്മയുടെയും പൗരത്വം സംബന്ധിച്ച രേഖകൾ നിർബന്ധമാക്കുന്നത് പൗരന്റെ പ്രായപൂർത്തി വോട്ടവകാശം സംബന്ധിച്ചുള്ള അധികാരത്തിലുള്ള കടന്നുകയറ്റമാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഈ നിബന്ധന ഒഴിവാക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചു. ഈ വിഷയത്തിലുള്ള ഭേദഗതിയും പ്രമേയത്തിൽ ഉൾപ്പെടുത്തി. അതോടൊപ്പം വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി റേഷൻ കാർഡ് പോലുള്ള ആധികാരിക രേഖകളെ പരിഗണിക്കുന്നില്ല എന്ന നിലപാടും മാറ്റണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചു. PC വിഷ്ണുനാഥാണ് ഇക്കാര്യം പ്രധാനമായും സഭയിൽ ഉന്നയിച്ചത്. ബീഹാർ SIR പ്രക്രിയയുടെ ഭരണഘടനാ സാധ്യത സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെയാണ് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ തിടുക്കപ്പെട്ട് ഇതേ പ്രക്രിയ കൊണ്ടുവരുന്നത്. ഈ തിടുക്കപ്പെട്ട നീക്കം ദുരുദ്ദേശപരമാണ് എന്ന മുഖ്യമന്ത്രിയുടെ ആശങ്കയ്ക്ക് പ്രതിപക്ഷം പൂർണ്ണ പിന്തുണ നൽകി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് SIRമായി ബന്ധപ്പെട്ട നടപടികൾക്ക് മേൽനോട്ടം വഹിക്കേണ്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇത്ര അടുത്ത് നിൽക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് ഇത് ഇരട്ടി ഭാരമാകുമെന്നും പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. പ്രതിപക്ഷത്തിന്റെ ഇടപെടലുകളോടെ കൂടുതൽ ശക്തമായ ഈ പ്രമേയം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി നൽകുന്ന ശക്തമായ രാഷ്ട്രീയ സന്ദേശമാണ്.